ഓടണേ? വായുളി വാങ്ങിക്കാനൊന്ന് പോടോ. എന്താ വിവരം അറിഞ്ഞില്ലേ? ഇല്ല. ഇതറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേന മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് പറയടൂ. ആചാര്യയുടെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി പെൺകുട്ടി വന്നിരിക്കുന്നു. നമ്പൂരി പെൺകുട്ടി? ഒരു നമ്പൂരി പെൺകുട്ടി മേച്ചഭാഷ പഠിപ്പിക്കേ? ഈ കഷ്ടം. ആ ശേഖരൻ മാഷ ശുപാർശയാന്നാ കേട്ടത്. അയാളെ അങ്ങനെയൊക്കെ ചെയ്യൂ. ഈശ്വരൻ ബ്രഹ്മനും ഇല്ലാത്ത ഭാഷകള്. നല്ല ചെത്തിപ്പൂവിന്റെ നിറവും പനങ്കുല പോലത്തെ മുടി, ആ മുഖം കാണാൻ എന്തൊരു ഐശ്വര്യ. താൻ കണ്ടോ? ഇല്ല, കണ്ടില്ല. എന്നാലും നമ്പൂരി കുട്ടി എന്ന് പറയുന്നത് നമുക്കോട്ട് ഊഹിക്കാലോ. അല്ല മേന്നെ, എനിക്കൊരു സംശയം. ഇത് ഹാജിയാരും മനഃപൂർവ്വം ചെയ്ത പണിയാണോ? എങ്ങനെ? അല്ല, മേനും ഹാജിയാരും തമ്മിൽ അത്ര സുഹൃത്തിലല്ലോ. അപ്പൊ ഹിന്ദുക്കളുടെ സഹതാപം പിടിച്ചു വെച്ചാൽ ഹാജിയാര് കരുതിക്കൂട്ടി ചെയ്ത വല്ല ഏർപ്പാടും ആയിരിക്കുമോ ഇത്? സൂറാബി, ടീച്ചർ പറഞ്ഞേ. അയ്യോ, അറബി സംഭവിച്ചു പോണ. ഷക്കീല, അറബി സംഭവിച്ചു പോണ കാണാൻ. റെംല, നസീമ, അറബി സംഭവിച്ചു പോണ. അമ്മായി, 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 അറബി സംഭവിച്ച് വരണുണ്ട്. കാണണമെങ്കിൽ വെക്കം വരി. അറബി സംഭവിച്ച അതെന്താടി അങ്ങനെ? വിസ്തരിക്കണ്ട, അങ്ങോട്ട് നോക്കി. ആ നടുവില് വരണതാ. ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിക്കണല്ലോ. കണ്ടിക്കണേ, ഓടി മണി കിഴക്കാൻ കാണുള്ള. പിന്നെ എങ്ങനെ നിങ്ങൾ കാണാം? രാത്രി കുട്ടിയെ ആമിനമ്മ. ഉമ്മ, ഉമ്മ എന്താ ഇവിടെ? ഇതാണ് ശരിക്കും ഞമ്മളെ നാട്. നിങ്ങൾ പരിചയക്കാരാ? ആണോന്നോ? ഇത് ഞമ്മളെ സ്വന്തം കുട്ടിയല്ലേ, രാത്രി കുട്ടി. നിങ്ങൾ നടന്നോളി. വളർന്ന് വമ്പത്തെ ആയി പോയല്ല. എന്താണ് ഇങ്ങനെ കണ്ണും വിളിച്ച് നോക്കിയേക്കണത്? വേഗം പോയി കുറച്ച് ചായ ഉണ്ടാക്കി. ഓ, ചായ ഒന്നും വേണ്ടുമ്മ. വേണ്ടാന്ന്? അതൊന്നും പറ്റൂല. നമ്മളിങ്ങനെ ജീവനോടെ നിൽക്കുന്നത് തന്നെ എന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട്. ഇതാരുമ്മ പുതിയ പെരുന്നാര്? നിങ്ങൾക്കറിയോ, എന്റെ കുഞ്ഞാലിന്റെ ബാപ്പ മയ്യത്തായ ശേഷം സ്വന്തം കൂടപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളാത്. ഓലിക്ക് സുഖം തന്നെയല്ലേ മോളെ? ഞമ്മള് പോരുമ്പോ പാവാടിയിട്ട് നടക്കണ പ്രായ. പടച്ചോനെ, ഈ ജന്മത്ത് കാണാൻ കഴിയുന്ന നിരീക്ഷതല്ല എന്റെ മുത്ത്. കുഞ്ഞാലി എവിടെ അമ്മ? ഓനിപ്പം വലിയ കച്ചവടക്കാരനല്ലേ, മീൻ കച്ചവടം. വാലൈക്കും സലാം. പിടിച്ചോളി. ആ, വന്ന് വന്ന് മോളുടെ ചിരി പോലും ഇപ്പൊ അറബിലായിട്ടുണ്ടല്ലോ. ഇന്ന് സ്കൂളിൽ പോയില്ലേ പൈസ? നേരത്തെ വിട്ടല്ലോ. അത് ഇതും തിന്നാൻ കൊടുത്ത് കുട്ടികൾക്ക് ദുശീലം പഠിപ്പിച്ചിരുന്നു എന്നോട് ഞാൻ പറഞ്ഞിട്ടേ കുഞ്ഞാല്. കൊതി കൊണ്ടാ മോളെ, ഒരെണ്ണം കുറുപ്പച്ചനും കൊടുത്തേക്ക്. ഒന്നാമത് തന്നാലുണ്ടല്ലോ. ഞമ്മടെ അമ്മുക്കുട്ടിക്ക് മുട്ടായി അല്ല എന്തും കൊടുക്കും. ഓളുടെ ചിരി ഒന്ന് കണ്ടാ പോരെ കുറുപ്പച്ച. എടാ കണ്ണിടല്ലടാ. താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കും പറഞ്ഞാ ഞങ്ങൾ വളർത്തുന്നത്. ഇപ്പള്ള മൂക്കിന്റെ തുമ്പൊന്ന് വേർത്ത് കണ്ടാ മതി, ശേഖരൻ എന്നെ കൊല്ലും. ഞമ്മളൊരു കളിതമാശ പറഞ്ഞല്ലേ കുറുപ്പച്ച. നിങ്ങളാ പാത്രം ഇങ്ങേരി. ആ, ഒന്ന് 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 രണ്ട് 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 നല്ല ബെസ്റ്റ് മീനാണ്. പക്ഷെ കൈപ്പുണ്യുള്ളൊരു ബെച്ച് ഉണ്ടാക്കണം മോളെ. എണ്ണം എന്തിനാണ് വർത്തമാനം പറയുന്നത്? എണ്ണം തെറ്റിക്കാനുള്ള സൂത്രല്ലേ? ഓ, എണ്ണം തെറ്റിയ സബൂറാക്കണ ഒരാളെ മീന്റെ ചെതുമ്പല് വരെ എണ്ണി വെക്കണ ആളല്ലേ നിങ്ങള്. ഞമ്മളിവിടെ വരണം, നിങ്ങൾക്ക് മീൻ തരാനില്ല. നമ്മുടെ മോക്ക് മുട്ടായി കൊടുക്കണം അല്ലേ? അപ്പൊ നീ നാളെ മിഠായി കൊണ്ട് വരും. മോളെ, ഇങ്ങനെ മുട്ടായി തിന്നാലേ പല്ലിന്റെ ഭംഗിയൊക്കെ പോവും, പുഴിപ്പല്ല് വരും. അപ്പൊ കുറുപ്പമാവ് എന്തോരം മുട്ടായി തിന്നിട്ടുണ്ട്. നേരം വരെ എവിടെ പോയി കിടക്കേന് എന്റെ കുഞ്ഞാലിയെ? ചെമ്മീൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാല് പൊരേ കെറ്റില് നിങ്ങൾ പറഞ്ഞാ പിന്നെ നമ്മളെന്താക്കാനാ? എന്നാ പിടിച്ചോളി. ഇനി ചെമ്മീൻ കറി ഇല്ലാണ്ട് ഇങ്ങക്ക് ചോറ് ഇറങ്ങാതിരിക്കും. കുഞ്ഞാലിയെ അറിഞ്ഞോയ്യേ? എന്ത്? പാലക്കാട് ഞമ്മളെ നമ്പൂരിച്ചന്റെ മോള് വന്നിക്കണ്. ഗാത്രിക്കുട്ടിയാ? ആ, ഇവിടെ വന്നാ? എപ്പോ? എവിടുന്ന്? എങ്ങനെ? ഞമ്മൾ ഇബ്രാഹിം ഹാജിന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി കുട്ടി വന്നിക്കണെന്ന് കേട്ടില്ലേ? അതാരാന്നപ്പ എന്റെ വിചാരോ?
ഞമ്മളെ കാത്രിക്കുട്ടി എന്റെ റബ്ബേ നമ്മൾ എന്തായി കേക്കണേ? എന്നിട്ട് എങ്ങട്ടാ ഉമ്മ പോയത്? പട്ടരുമഠത്തിലെ ചേതുലക്ഷ്മി അമ്മന്റെ പേരല്ല താമസം. പടച്ചോനെ നമുക്ക് കാണാൻ കൊതിയാവണ്. ഓള് പറഞ്ഞിക്കണ ഉമ്മ. താരെല്ലാം എടുത്ത് ബൊമ്പൊത്തിയായിക്കണ്. ഉമ്മ നമ്മൾ ഇപ്പൊ വരാം. ഇന്ന് നേരത്തെ ഇനിയിപ്പോ പോണ്ട, നാളെ സുബൈക്ക് പോയിക്കാം. ഇല്ലമ്മ നമ്മളത് കണ്ടേ ചോടി വരാം. പ്രിയമുള്ള അച്ഛനും രുക്മിണിയും ശ്രീദേവിയും അറിയുവാൻ ഞാൻ വിചാരിച്ചതുപോലുള്ള ബുദ്ധിമുട്ടൊന്നും ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നൊരു വിശേഷം, അവിടെ ഉണ്ടായിരുന്ന ആമിനിയമ്മയും കുഞ്ഞാലിയും ഇല്ലേ, ഇവിടെയാണ് താമസം. സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞാൻ കണ്ടു. കുഞ്ഞാലിക്ക് കച്ചവടാണത്രേ. ആ അയ്യര് സാറിനോട് രാത്രിക്കുട്ടിക്ക് നമ്മളെ മനസ്സിലായ? പിന്നെ കുഞ്ഞാലിയല്ലേ? അപ്പൊ ഓർമ്മയുണ്ടല്ലേ? എന്റെ ഈശ്വര, എത്ര വലിയ ആളായിപ്പോയി. രാത്രിക്കുട്ടിയും പറഞ്ഞേക്കണ്, വിവരം അറിയാണ്ട് ബയലെങ്ങാനും വെച്ചാണ് കണ്ടിരുന്നെങ്കിൽ അള്ളാണ് നമുക്ക് തിരിയില്ല. വാ ഇരിക്കെ. വേണ്ട, ഉമ്മ കാത്തിരിക്കാണ്. കണ്ടിട്ട് ബെക്കം വരാന്ന് പറഞ്ഞ് നമ്മൾ ഓടിപ്പോന്നതാ. ബാപ്പാക്ക് സുഖാണ്. ആ ചേച്ചിമാരുടെ നിക്കാക്ക കഴിഞ്ഞ. ഉമ്മ എപ്പോഴും പറയാറുണ്ട് പഴയ വിശേഷങ്ങൾ. രാത്രിക്കുട്ടി പണ്ട് വെള്ളത്തിൽ വീണതും രക്ഷിക്കാൻ ഞാൻ ചാടിയന് അമ്പലക്കുളം മേത്തച്ചെറുക്കം പിടക്കാക്കിയെന്നും പറഞ്ഞ് അമ്പലക്കാര് ഞമ്മളെ മരത്തിന്മേ കെട്ടി പുളിബാറിൽ അടിച്ചതും പുളിയുറുമ്പിന്റെ കൂടിളക്കി തലയിലിട്ടതും ഒക്കെ മറന്നുപോയാ? ആ അതൊക്കെ പോട്ടെ. ആരാ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? അച്ഛൻ വന്നിട്ടുണ്ടായിരുന്ന? പടച്ചോനെ ഞമ്മക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ഇടയ്ക്ക് വരും. വരുമ്പോ ഞമ്മൾ ഉണ്ടായിട്ട് വേണ്ടേ? വെളുപ്പിനെ ഞമ്മൾ വണ്ടി ഷാട്ടാക്കൂല്ലേ? ഞമ്മളാണ്. രാത്രിക്കുട്ടീനെ ഒന്ന് കാണാൻ വന്നതാ. വരട്ടെ, ഇനി ഇവിടെ ഉണ്ടല്ലോ, ഇടയ്ക്ക് കാണാം. അയാൾ എന്തിനാ കുട്ടിയെ കാണാൻ വന്നേ? പാലക്കാട് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്ന ആമിനിയമ്മയുടെ മോന. ഞങ്ങളൊക്കെ പെൺകുട്ടികളായതുകൊണ്ട് അച്ഛന് വലിയ കാര്യമായിരുന്നു ഈ കുഞ്ഞാലി. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇതൊന്നും ഇവിടെ പറ്റില്ല. കണ്ണി കണ്ട കീഴ്ജാതിക്കാരൊക്കെ ഇവിടെ കയറി അച്ഛത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി എങ്ങനെ അയാളോട് വന്നാ എന്റെ തനി സ്വഭാവം കുട്ടി കാണും. പറഞ്ഞില്ലെന്ന് വേണ്ട. പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് പറയാൻ എളുപ്പമാ, പക്ഷെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ എത്ര പേരുണ്ട്? ഒരു പിരിവിനി എന്ന നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ചോദിക്കുന്ന പോലെയാ ഒരിട്ടന്റെ പെരുമാറ്റം. പറഞ്ഞോ എന്താ? ഇനി ഈ ഭൂമി മലയാളത്തിലെ മേനോനും നിങ്ങൾ മാത്രം അറിയാനുള്ളൂ. താൻ കാര്യം പറയൂ. കുട്ടപ്പൻ നായരോട് നമ്മൾ അന്ന് പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള ഭൂമി ഹാജിയാർക്ക് കൊടുക്കാൻ പാടില്ലെന്ന്? അതെ, കൊടുക്കില്ലെന്ന് അയാൾ സമ്മതിച്ചല്ലേ? നല്ല സമ്മതം. നായരുടെ കയ്യിൽ നിന്ന് ഭൂമി ശേഖരൻ മാഷ് വാങ്ങിച്ചിട്ട് അത് ഹാജിയാർക്ക് മറിച്ചു വിട്ടു. രജിസ്റ്റർ ഓഫീസിൽ പിന്നീട് ഇപ്പൊ എന്നോട് പറഞ്ഞോളൂ. ശേഖരൻ മാഷ് എന്ത് ചെയ്താലും മേനോൻ അയാളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു വീരവാദവും. അവൻ അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞിട്ട് വേണോ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് ഊഹിക്കാനേ? അങ്ങനെ ഊഹിക്കണ്ട. മേനോൻ വരുന്നുണ്ട്, കൂടെ ഒരു പടയുണ്ട്. താൻ എന്ത് പണിയാണോ കാണിച്ചത്? അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി വിൽക്കരുതെന്ന് കുട്ടപ്പൻ നായരോട് ഞങ്ങൾ പറഞ്ഞതാ. അയാൾ സമ്മതിച്ചതുവാ. എന്ന് തിരിച്ചെവി അറിയാതെ അയാളെ പലതും പറഞ്ഞ് പിരികയറ്റി ആ ഭൂമി താൻ വാങ്ങിച്ചു. അതും പോരാഞ്ഞിട്ട് ഞങ്ങളൊക്കെ മുഖത്ത് കരി കഴിച്ചേക്കാനായി ആ ഭൂമി ആചാര്യർക്ക് മറിച്ച് വിൽക്കുകയും ചെയ്തു. അതിനെന്താ? അതിനെന്താന്നു? ഞങ്ങളെ ഏഴാം കുലികളാക്കരുത്. ആ സ്ഥലം ഹാജിയാരുടെ കയ്യിൽ വന്നാല് നാളെ അവിടെ എന്താ ഉണ്ടാകുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. നാളെ അവിടെ സ്കൂളിന് വേണ്ടി, അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല ഒന്നാന്തരം ഒരു കളിസ്ഥലം ഉണ്ടാവും. അത്രേ ഉള്ളൂ. നാളെ അവിടെ ഹാജിയാര് പള്ളി പണി. സംശയമുണ്ടോ? അമ്പലത്തിന് തൊട്ടടുത്ത് വേണോ തന്റെ ഈ കോപ്രായം? ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ച നടത്താനും പോണില്ല. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. ഒരു ദൈവം അതുകൊണ്ട് കോപിക്കില്ല. അഥവാ ഇനി ഏതെങ്കിലും ദൈവം കോപിച്ചാൽ അപ്പൊ നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം. പോരെ? അതിന് നിന്റെ സമ്മതം വേണ്ടടോ. വരേ, ആലോചിച്ച് സംസാരിക്കണേ. എനിക്കിഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും. തോന്നിയ ആൾക്ക് മറിച്ച് വിൽക്കും. പിന്നെയും വാങ്ങും, പിന്നെയും വിൽക്കും. നിങ്ങളാരും ചോദിക്കാൻ ഈ കൊള്ളി എടുത്താ നീ തല ചൊറിയുന്നു. ഒന്ന് പോടോ അവിടുന്ന്. ഒരു കൂട്ടം ഏറാമൂളികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു. എടോ മേന്നെ, തന്റെ ദുഷ്ടലാക്കാരും മനസ്സിലാക്കില്ലെന്ന വിചാരം? അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പൻ നായരെ വിരട്ടി ചുളു വിലക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ? ഉണ്ടണ്ട. താനും തന്റെ ചിങ്കിടികൾ നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്തായി പോയി. അല്ലേ കാണിച്ചു തരായിരുന്നു.
പിന്നൊരു കാര്യം, എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. മേലാൽ ഇമ്മാതിരി അലവലാതി കേസുമായിട്ട് എന്റെ പടിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീശനാണോ നായരാണോ എന്ന് ഞാൻ നോക്കിയില്ല. അറിയാലോ, ശേരം പറഞ്ഞാണ്. വാ ചുക്കൂറേ, കുട്ടികൾ വല്ലാണ്ട് കർത്തിക്കല്ലടി. വെയിലത്തിന് കേറൂല, എപ്പോഴും കളി തന്നെ. അസീസ് വന്നില്ലേ? ആരും കാണാൻ പോയിരിക്കാന്ന്. അതെന്തിന്? പിന്നെയും വല്ല ഗുലുമാലും ഉണ്ടാക്കിയ? അങ്ങനെയൊന്നുമില്ല പാപ്പ. നീ എങ്ങനെയല്ലേ പറയൂ, എന്റെ കെട്ടിയോനല്ലേ. ഓനോട് ഈ തട്ടിപ്പും തരികടയൊക്കെ മാറ്റി മര്യാദക്ക് ജീവിക്കാൻ പറ. പഴയതുപോലെ ഇനിയും പോലീസ് പിടിച്ചാ ജാമീൻ എടുക്കാൻ ഞമ്മളെ കിട്ടൂല. മരുമോന്റെ സ്വഭാവ ഗുണം കൊണ്ട് തലയെ കെട്ടടിച്ച് മുഖത്തിട്ട് കിടക്കേണ്ട ഗതിയിലാണ്. ഞാൻ പറഞ്ഞോ ഓരെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ? നിങ്ങൾക്ക് ഇതെന്താണ്? എപ്പോഴെങ്കിലും കൂടി അവള് പറഞ്ഞത് അപ്പോഴേക്ക് തുടങ്ങും. മോളി ഇന്ന് തുണിയും കുപ്പായൊക്കെ മാറും. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് പോയാ മതി. ചെല്ലുമ്മ, ഞമ്മക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തന്നെ മടങ്ങാനാണെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള വരവാണല്ലേ. സ്കൂളില് അബോക്കർ മാഷിന് പകരം വേറെ ആരെങ്കിലും വെച്ചിക്കണം ചോദിക്കാൻ പറഞ്ഞ. പുടി കിട്ടി. ഈ സ്കൂളിൽ ജോലി കൊടുക്കാന്നും പറഞ്ഞ് ഓൻ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാണും. വെറുതെ വേണ്ടാത്ത വരയും വണ്ടിക്കൊന്നും പോണ്ടാന്ന് ഓനോട് പറഞ്ഞേരി. അസീസേ മതി, എഴുന്നേൽക്ക്. ഒരു കൈ കൂടെ, ഒറ്റ കൈ. വേണ്ട കടം പറഞ്ഞല്ല കളി വേണ്ട. രൊക്കം കാശുണ്ടെങ്കിൽ കളിച്ചാൽ മതി. കൈ പൈസ ഉള്ളത് വേറെ ഉണ്ട്. എനിക്ക് കാശില്ലാതായപ്പോ അസീസിനെ ആർക്കും വേണ്ടല്ലേ? അതെങ്ങനെയാ? കയ്യിൽ കാശ് വന്നാൽ അസീസിന് ദർബാറാണ്. ദൂർത്തടിക്കുന്നതിനല്ലേ ഒരു കണക്കൊക്കെ. മോനെ നിന്റെ വാപ്പാടെ നീ ആരാണ്? അത്രക്കൊന്നും പറയണ്ട. നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. ആശയിലോ എന്നാ അനക്ക് പോകാൻ വേറെ സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഈ കാര്യം എന്താ വെച്ചാ പറയും, ഞമ്മക്കൊരു തിരക്കുണ്ട്. പേരൊക്കെ അനക്ക് മാത്രമല്ല എനിക്കുണ്ട്. അന്റെ കെട്ടിയോളുടെ ബാപ്പാന്റെ സ്കൂളാണ്, അറബി മാസ്റ്റർ ഒഴിവുണ്ട്, ജോലി എനിക്ക് തരാന്നൊക്കെ നീ വാക്ക് പറഞ്ഞില്ലേ? അസീസ് ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. ജോലി നമ്മൾ തരും. എവിടെ? അന്റെ കെട്ടിയോളുടെ പോരല്ലോ. സ്കൂൾ അറബി ടീച്ചറെ വെച്ച് ഒരു കാഫറിച്ചീനെ. എന്ത് മണ്ടത്തരായി പറയണേ? അറബി ടീച്ചർ വെച്ചെന്നാ നമ്മളറിയണ്ട. എല്ലാവരുടെ ഈ പൊട്ടം കളിക്കല്ലേ? ദേ, നീ ഇനി എന്നെ സൂപ്പാക്കാൻ നോക്കണ്ട. ജോലി തരാമെന്നും വേണ്ടി എന്റെ 1-2 അല്ല വാങ്ങിയിരിക്കുന്നത്. 75,000 ഉറുപ്പ്യ എന്റെ പൊരേണം പണയപ്പെടുത്തുണ്ടാക്കിയ പൈസയാ. എനിക്കിപ്പൊ കിട്ടണം എന്റെ പൈസ. എന്റെ വീരാനെ ഈ ഇറങ്ങാൻ ഉണ്ടാക്കല്ലേ. നീ പറഞ്ഞ മാതിരി നടന്നിട്ടുണ്ടല്ലേ, എന്റെ പൈസ അസീസ് തിരിച്ചു തരും. പടച്ചോനാണ് തിരിച്ചു തരും. അല്ലതായാലും അസീസോ എന്താണ്ടാ ഇവിടെ? മാമാനോട് ഞമ്മക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തേ? അത് നിങ്ങളോട് തനിച്ച് പറയാനുള്ളതാ. മാഷ് അന്യനൊന്നും അല്ലല്ല. എന്താച്ചാ പറഞ്ഞോളി. അല്ല ആചാര്യ, ഞാൻ ഇറങ്ങാം. ഞാൻ ഇരുന്നിട്ട് ഇനി അസീസിന്റെ വിഷമം വേണ്ട. നിങ്ങളവിടെ കുത്തിയിരിക്കുന്നു. നിങ്ങളറിയാത്ത എന്ത് കാര്യം ഞമ്മക്കുള്ളത്? ഈ പറഞ്ഞോ. സ്കൂളിലെ അറബി മാസ്റ്ററുടെ വേക്കൻസിയില് ഒരു ടീച്ചറിനെ പറ്റി അറിഞ്ഞ്, ഒരു നമ്പൂരിച്ചീനെ. ആന്ന്. അതിനിപ്പോ എന്തേനി? ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. ആർക്ക്? അനക്ക? അല്ല, പള്ളി കമ്മിറ്റിയില് ചിലതൊക്കെ പറയുന്നുണ്ട്. ഇവിടത്തെ പള്ളി കമ്മിറ്റിയിൽ അനക്കെന്ത് കാര്യം? അല്ല മാമ, ഞമ്മള് കേട്ടത്. ഈ വെല്ലിച്ച പാവത്തൊന്നും കാട്ടണ്ട. അന്ന ഞമ്മക്കറിഞ്ഞൂടെ? അനക്കിപ്പോ എന്താ വേണ്ടിയത് അത് പറയും. ഞമ്മളൊരാൾക്ക് വാക്ക് കൊടുത്തിരുന്നു. നമ്മുടെ സ്വന്തം ജാതിയാ. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു പാവപ്പെട്ട കുടുംബക്കാരാ. വയസ്സായ വാപ്പയും ഉമ്മയും ഇടപാട് തീർത്ത് വന്നിരിക്കുന്ന ഒരു പെങ്ങളും 2 കുട്ടികളും ഒക്കെ ഉള്ള വല്ലാത്തൊരു പരാധീനക്കാരാ. ഓൻ ഈ ജോലി കൊടുത്താ വലിയൊരു പുണ്യായിരിക്കും. അസീസേ, വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു പാവം പെൺകുട്ടിയായിട്ട്. അത്രയ്ക്ക് പാവാണ് നിങ്ങൾ പശുവിനെ വാങ്ങിച്ചു കൊടുക്കി. പാല് കുടിക്കട്ടെ. അസീസേ, അല്ല, ഓരുടെ ആൾക്കാർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ചോദല ഓടിക്കൊണ്ടല്ലോ. ഈ അവര് ഞമ്മള് എന്നൊന്നും പറയണ്ട. അന്റെ ശുപാർശയും മേലെ നമ്മൾ ആരെയും പറ്റൂന്നും കരുതണ്ട.